ജനം പെയ്യുന്ന കല്യാണമേളം അഞ്ജന കണ്ണെഴുതി നിന്നു പെൺമേഘം പൊൻപുടവ നെയ്യാൻ തുടങ്ങി പുലക്കാലം. കല്യാണം നല്ല കേട്ടോ. യെസ്, കല്യാണം നല്ല കേട്ടോ. ഞാനൊരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ശാസ്തമംഗലുള്ള ലേഖ ആയുർവേദിക് ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ്. കബഡി വേൾഡ് കപ്പ് കഴിഞ്ഞതോടെ ശരീരത്തിന്റെ പല അവയവങ്ങളും വർക്ക് ആവാതായി. ചുമ്മാ ഫുൾ ബോഡി പെയിൻ എന്നേ, അതുപോലെ തന്നെ ഡൾനെസ്സും ടയർഡ്നെസ്സും, ഇത് കൂടാതെ തന്നെ സ്കിന്നും ബോഡിയൊന്നും ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നാട്ടിൽ പോകുന്ന പറഞ്ഞപ്പോൾ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഏതെങ്കിലും ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു നല്ല ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന്. സ്കിന്നിനും ബോഡിക്കും ചേർന്നിട്ടുള്ളതാകുമ്പോൾ പെർഫെക്റ്റ്. ഡോക്ടറിന്റെ അടുത്ത് എന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത ട്രീറ്റ്മെന്റ് ആണ് ഫുൾ ബോഡി സ്ക്രബ് വിത്ത് ക്ഷീരധാര. ആദ്യമേ തന്നെ ഹെഡ് ഓയിൽ മസാജിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്റെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഓയിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതില്ലാതെ തന്നെ ആ ഒരു മസാജ് ഞാൻ ഇരുന്ന് ഉറങ്ങി തന്നെ അങ്ങ് പറയാം. തലയിലെ ഓരോ ഞരമ്പും പ്രവർത്തിച്ച് അത്രയും റിലാക്സേഷൻ ആയിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് കേട്ടോ. ഒരുപാട് തരം ട്രീറ്റ്മെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചുള്ള സജഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എനിക്കൊന്ന് ഫുൾ ബോഡി പെയിൻ മാറാനും ബോഡി ഫുൾ ആയിട്ട് ഒന്ന് എക്സ്ഫോളിയേഷൻ ചെയ്തതിനു ശേഷം ഒന്ന് ടാൻ റിമൂവ് ചെയ്യാനും പിഗ്മെന്റേഷൻസ് ഒക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആവാനും വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. ഹെയർ മസാജ് ചെയ്തതിനു ശേഷം ഒരു ജെല്ലി യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യും. അതിനുശേഷം അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പൗഡറും ഓയിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ബോഡി സ്ക്രബാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ഇനി ഒരാഴ്ചത്തേക്ക് കുളിയേ വേണ്ടെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ. അത്രയ്ക്ക് വെളുത്തിട്ട് പാറിയെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഇതൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് അറിയുമോ, രണ്ട് ചേച്ചിമാർ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് സെയിം പ്രഷറിൽ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് എത്ര UK ആണെന്ന് പറഞ്ഞാലും ഏതൊക്കെ രാജ്യമാണെന്ന് പറഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്യും. ഫുൾ ബോഡി സ്ക്രബ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീം നമുക്ക് പോർസ് എല്ലാം ഓപ്പൺ ആക്കി ഡെഡ് സെൽസ് എല്ലാം പോയിട്ടൊന്ന് സ്കിന്നൊക്കെ അടിപൊളിയാൻ ഇതൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. അടുത്തത് ക്ഷീരധാര. നമ്മുടെ നോർമൽ മിൽക്കിലെ മെഡിക്കേഷൻ ആയിട്ടുള്ള കഷായവും പൗഡർ എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമ്മുടെ ശരീരത്ത് മൊത്തം ഇത് പതിയെ ഒഴിക്കുമ്പോൾ പെയിനും നല്ലതാണ്. മൊത്തത്തിൽ നമ്മുടെ ശരീരം ഒന്ന് ബ്രൈറ്റനിങ് ആവാനും നല്ലതാണ്. UK വരുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ പോയിട്ട് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് ഞാൻ എടുത്ത ഡിസിഷൻ ഒരിക്കലും തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല. ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതിന്റേതായിട്ടുള്ള റിസൾട്ട് എനിക്കുണ്ട്. അതിനുശേഷം അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പൊട്ടാറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ട് റിയൽ ആയുർവേദിക് ആയിട്ടുള്ള ഒരു പാക്കാണ് നമ്മുടെ ഫേസിൽ അവർ അപ്ലൈ ചെയ്യുന്നത്. പിമ്പിൾസ് ഒക്കെ പോവാനും പിഗ്മെന്റേഷൻസ് പോവാനും ഇത് ബെസ്റ്റ് ആണ്. വെളുത്ത് പാറി വെളുത്തിട്ട് പയറുപൊടിയും ആയുർവേദിക് ഷാമ്പു യൂസ് ചെയ്ത കുളിയും കഴിഞ്ഞതിന് ശേഷം മുടി പുകച്ച് രാസ്നാദിയും ഇട്ടതിന് ശേഷമായിരിക്കും അവർ നമ്മളെ പറഞ്ഞു വിടുന്നത്. ഇത് റിയലി വർക്ക്ഫുൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ ഉടനെ തന്നെ വിട്ടോ ലേഖ ആയുർവേദിക് ഹോസ്പിറ്റൽ.